ഡിജിപി ടി പി സെൻകുമാർ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ പഴയ സ്ഥാനങ്ങളിൽ തുടരും. സ്ഥലം മാറ്റം അപ്രായോഗികമെന്ന് സർക്കാർ. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ചട്ടങ്ങൾ ലംഘിച്ചായിരുന്നു ഡിജിപി നേരിട്ട് ഉത്തരവുകളിൽ ഒപ്പിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥലമാറ്റങ്ങൾ നടത്തിയത്. ഈയൊരു വിഷയത്തിൽ എന്താണ് സർക്കാർ നിലപാട്? വിശദാംശങ്ങൾ. സൗമ്യ, ഡിജിപി ടി പി സെൻകുമാർ പോലീസ് ആസ്ഥാനത്ത് ചുമതലയേറ്റ ശേഷം തൊട്ടടുത്ത ദിവസത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ 7 പേരെ ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള ബീനാകുമാരി അടക്കം 7 പേരുടെ സ്ഥലമാറ്റ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഇതിൽ പ്രധാനമായും ബീനാകുമാരിയെ ഒരു ദിവസം തന്നെ രണ്ട് സ്ഥലങ്ങളിലേക്കായി സ്ഥലം മാറ്റിയിരുന്നു. ഇത് അന്ന് തന്നെ വിവാദമായിരുന്നു. തുടർന്ന് ബീനാകുമാരി ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതിയും നൽകിയിരുന്നു. ഏതായാലും ജീവനക്കാർക്ക് തന്നെ വലിയൊരു അതൃപ്തി തന്നെയാണ് ഡിജിപി ആസ്ഥാനത്തെ സ്ഥലം മാറ്റം സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇതിൽ ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഏതായാലും ഡിജിപി ടി പി സെൻകുമാറിന്റെ ഉത്തരവ് പ്രായോഗികമല്ല എന്നാണ് നിലവിലിപ്പോൾ സർക്കാർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഡിജിപി സ്ഥലം മാറ്റിയ 7 പേരും പഴയ സ്ഥാനത്ത് തന്നെ തുടരാനാണ് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നിലവിൽ ഇവരെ ആരെയും തന്നെ മാറ്റുന്നത് ഉചിതമല്ല എന്നാണ് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ബീനാകുമാരിയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ബീനാകുമാരി അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ടി സെക്ഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവരെ അപ്രാധാന്യമായ ഒരു വിഭാഗത്തിലേക്ക് യു സെക്ഷനിലേക്ക് മാറ്റുകയും അന്ന് തന്നെ 2ാം തവണ അവരെ SAP-യിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ സ്ഥലം മാറ്റിയ ജീവനക്കാർ ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനം, അതായത് ഇവരെല്ലാവരും തന്നെ പഴയ സ്ഥാനങ്ങളിൽ തുടരട്ടെ എന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ആസ്ഥാനത്തെ ജൂനിയർ സൂപ്രണ്ടിനെ മാറ്റിയതിൽ സെൻകുമാർ സർക്കാരിന് വിശദീകരണം നൽകി. സ്ഥലം മാറ്റത്തിൽ തെറ്റില്ലെന്ന് സെൻകുമാർ ആഭ്യന്തര സെക്രട്ടറിക്ക് വിശദീകരണം നൽകി. സംസ്ഥാനത്തെ കോൺഫിഡൻഷ്യൽ സെക്ഷനിലെ ജൂനിയർ സൂപ്രണ്ടായ ബീനയെ സ്ഥലം മാറ്റിയ തന്റെ നടപടിയിൽ തെറ്റില്ലെന്നാണ് ഡിജിപി സെൻകുമാറിന്റെ പക്ഷം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സെൻകുമാർ ആഭ്യന്തര സെക്രട്ടറി സുബ്രത ബിശ്വാസിന് വിശദീകരണം നൽകി. ഒരേ ദിവസം 2 സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റിയത് സെൻകുമാറിന്റെ പ്രതികാര നടപടിയാണെന്നാണ് ബീന നേരത്തെ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഒപ്പം സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് മുമ്പ് പുറത്തിറക്കിയ മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് ഡിജിപി നടത്തിയതെന്നും ബീന പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ബീനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര സെക്രട്ടറി സെൻകുമാറിനോട് വിശദീകരണം ചോദിച്ചത്. പുതിയ വിശദീകരണത്തോടെ ഡിജിപിയും ഡിജിപിക്ക് കീഴിലെ ജൂനിയർ സൂപ്രണ്ടും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിനാണ് പോലീസ് ആസ്ഥാനം സംജാതമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ വിജിലൻസ് കോടതിയിൽ പരാതി. സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ പോലീസ് സ്റ്റേഷനുകൾക്കെല്ലാം ഒരേ കമ്പനിയുടെ പെയിന്റ് അടിക്കാൻ ബെഹ്റ നിർദ്ദേശം നൽകി എന്നാണ് ഹർജിക്കാരനായ പായ്ച്ചിറ നവാസിന്റെ ആരോപണം. പരാതിയിൽ വിജിലൻസ് ഈ മാസം 20-നകം വിശദീകരണം നൽകണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. ഹർജി ഈ മാസം 20-ന് വീണ്ടും പരിഗണിക്കും. കൊല്ലം നെടുമ്പന പഞ്ചായത്തിലെ നല്ലിലയിൽ ബീഫ് വിൽപ്പനശാല പൂട്ടിക്കാൻ BJPയുടെ നേതൃത്വത്തിൽ ഹർത്താൽ. BJPയുടെ വർഗീയ അജണ്ടയാണെന്നാരോപിച്ച് CPIM ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചു. നല്ലില ചന്തയിലെ ബീഫ് വിൽപ്പനശാലയ്ക്ക് ലൈസൻസ് ഇല്ലാത്തതിനാലാണ് പൂട്ടിക്കാൻ ഹർത്താൽ നടത്തുന്നതെന്നാണ് BJP പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതികരണം. കാലാകാലങ്ങളായി നല്ലില ചന്തയിൽ പ്രവർത്തിക്കുന്ന ബീഫ് വിൽപ്പന കേന്ദ്രത്തിനെതിരെയാണ് BJPയുടെ ഹർത്താൽ. ബീഫ് കട നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. നെടുമ്പന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ചന്ത. എന്നാൽ ഇവിടെ ബീഫ് വിൽപ്പനശാലയ്ക്കുള്ള ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് BJP ആരോപിച്ചു. അപ്പോൾ ഈ നികുതി വെട്ടിച്ചുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഈ ഇറച്ചിവെട്ടിന്റെ മറവിൽ നടക്കുന്നത്. എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് CPIMന്റെ നല്ലില പഞ്ചായത്ത് അംഗവും CPIM DYFI നേതാക്കളും പറഞ്ഞു. ഇത് അനാവശ്യമായിട്ട് ചില RSSന്റെയും അല്ലെങ്കിൽ BJPയുടെയും വർഗീയവാദികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹർത്താൽ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇതിനെ പർവ്വതീകരിച്ച് ഇവിടെ ഒരു വഷളാക്കി ഒരു ജാതി വ്യവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള BJPയുടെയും RSSന്റെയും അജണ്ട അവർ നടപ്പാക്കുകയാണ്. ഇല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന മാതിരി ഇവിടെയും അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക. BJP ഹർത്താലിനെതിരെ CPIM ബീഫും കപ്പയും ഉണ്ടാക്കി വിതരണം ചെയ്തു. ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്ത് ആസ്ഥാനം ഉപരോധിച്ചു. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് തിരിച്ചടി. അറവുശാലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി അലഹബാദ് കോടതി റദ്ദാക്കി. ഭക്ഷണകാര്യത്തിൽ ആരും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട എന്നും കോടതി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, വിശദാംശങ്ങൾ. അലഹബാദ് ഹൈക്കോടതിയെ നേരത്തെ ഈ ഒരു വിഭാഗം കച്ചവടക്കാരാണ് സമീപിച്ചത്.
യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനത്തെ മുഴുവൻ അറവുശാലകളും അടച്ചുപൂട്ടിയിരുന്നു. ഇത് തങ്ങളുടെ ഉപജീവന മാർഗമാണ്, അതിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെയാണ് കട നടത്തിയിരുന്നത്. ഇപ്പോൾ കട അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ പുതിയ ലൈസൻസ് അനുവദിക്കണം, കട തുറക്കാനുള്ള സുരക്ഷാ വേണം എന്നതായിരുന്നു കച്ചവടക്കാർ ആവശ്യപ്പെട്ടത്. ഇതിൽ ഇന്നലെയോടുകൂടി വാദം പൂർത്തിയായി. അതിനുശേഷമാണ് അല്പസമയം മുമ്പ് ജസ്റ്റിസുമാരായ AP സാഹി, സഞ്ജയ് ഹർക്കോലി തുടങ്ങിയവർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഉത്തർപ്രദേശ് സർക്കാരിന്റെ വാദങ്ങൾ മുഴുവൻ തള്ളി എല്ലാ കച്ചവടശാലകളും തുറക്കാനുള്ള പുതിയ ലൈസൻസ് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നൽകുന്നതാണ്. കാരണം സംഘപരിവാർ സംഘടനകൾ യോഗി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ യുപിയിലെ മുഴുവൻ അറവുശാലകളും അടച്ചുപൂട്ടുകയും ചെയ്തു. പല കച്ചവടക്കാർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായി, പശുകടത്ത് ആരോപിച്ച് കൊല്ലപ്പെടുക വരെ ചെയ്തു. എന്നിട്ട് പോലും സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നിർണായകമായ പരാമർശങ്ങൾ ഉണ്ടായാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നത് എല്ലാവരുടെയും സ്വകാര്യ അവകാശമാണ്. അതിൽ ആരും കൈകടത്തേണ്ടതില്ല. പശുവിനെ കൊല്ലുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റു ഭക്ഷണ കാര്യങ്ങളിൽ ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി എന്ന് ചൂണ്ടിക്കാട്ടിയത്. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ഹർത്താലിന്റെ മറവിൽ കോട്ടയത്ത് RSS ആക്രമം. ഹർത്താൽ അനുകൂലികൾ ചെങ്ങളം വില്ലേജ് ഓഫീസ് ആക്രമിച്ചു. ഫയലുകൾ കീറിയെറിഞ്ഞ അക്രമി സംഘം തടയാനെത്തിയ ജീവനക്കാരനെ അടിച്ചു വീഴ്ത്തി. സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയവരെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. ഹർത്താലിന്റെ മറവിൽ കുമരകത്തും കോട്ടയം നഗരത്തിലും BJP RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് നയിച്ച ജാഥയിൽ പങ്കെടുത്തവർ നഗരത്തിൽ സ്ഥാപിച്ച CPIMന്റെ കൊടിതോരണങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. തിരുനക്കര മൈതാനത്തെ വഴിവിളക്ക് തകർത്തു. കോട്ടയം തിരുനക്കരയിൽ കാറിന് കല്ലെറിഞ്ഞ RSS പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെങ്ങളം വില്ലേജിലേക്ക് അതിക്രമിച്ചു കയറിയ ഹർത്താൽ അനുകൂലികൾ ഫയലുകൾ കീറിയെറിഞ്ഞു. തടയാനെത്തിയ ജീവനക്കാരനെയും ആക്രമിച്ചു. പരിക്കേറ്റ രാജേഷ് കുമാറിനെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJPയുടെ ഹർത്താലിന് വന്നിരുന്ന് ജോലി ചെയ്യാൻ ധൈര്യമുള്ളവനാണോടാന്ന് ചോദിച്ചായിരുന്നു അവരാക്രമിച്ചത്. തലക്കിട്ടടിക്കുകയും പുറത്തിട്ട് ചവിട്ടുകയും പിന്നെ കൈയിരുന്ന ഫയൽ വലിച്ചു കീറി ദൂരെ എറിയുകയൊക്കെ ചെയ്യുകയുണ്ടായി. രാവിലെ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളും പ്രാദേശിക സർവീസ് നടത്തുന്ന KSRTC വാഹനങ്ങളും RSS BJP പ്രവർത്തകർ തടഞ്ഞതും പോലീസുമായി വാക്കേറ്റത്തിനിടയാക്കി. നഗരത്തിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും ഗ്രാമപ്രദേശങ്ങളെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. MG സർവകലാശാലയുടെ പരീക്ഷകളും മുടക്കമില്ലാതെ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നീചവും നിന്ദ്യവുമായി വിവാഹമോചന രീതിയാണ് തലാഖെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. ഇഷ്ടമില്ലാത്ത വധശിക്ഷ നിയമപരമായി നിലനിൽക്കുന്നത് പോലെയാണ് മുത്തലാഖ് വ്യക്തി നിയമമായി തുടരുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതാ നിയമത്തിന് വിരുദ്ധമാണ് മുത്തലാഖെന്ന് മുതിർന്ന അഭിഭാഷകൻ രാംജത്ത് മലാനി ചൂണ്ടിക്കാട്ടി. മുത്തലാഖിനെതിരായ ഹർജിയിൽ രണ്ടാം ദിവസവും തുടർന്ന വാദത്തിൽ തലാഖ് ചൊല്ലി മൊഴിചൊല്ലുന്ന രീതിക്കെതിരെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും കടുത്ത പരാമർശമുയർന്നു. മുസ്ലിം മതവിശ്വാസങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന നീചവും നിന്ദ്യവുമായ വിവാഹമോചന രീതിയാണ് മുത്തലാഖ്. റദ്ദാക്കിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരും. മുസ്ലിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള വിവാഹമോചന രീതി ഉണ്ടോയെന്നും കോടതി ചോദിച്ചു. മുത്തലാഖ് പാപമാണെന്ന് അമിക്കസ് ക്യൂറി സൽമാൻ ഖുർഷിദ് ചൂണ്ടിക്കാട്ടി. എതിർക്കപ്പെടേണ്ടതാണെങ്കിലും വ്യക്തി നിയമമായി മുത്തലാഖ് നിലനിൽക്കുന്നുണ്ടെന്നും അമിക്കസ് ക്യൂറി അറിയിച്ചു. ഇഷ്ടമില്ലെങ്കിലും നിലനിൽക്കുന്ന വധശിക്ഷാ നിയമം പോലെയാണോ തലാഖ് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറുചോദ്യം. മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നും മുത്തലാഖില്ല. പാപമാണെങ്കിൽ പിന്നെന്തിനാണ് തുടരുന്നതെന്ന് കോടതി ചോദിച്ചു. പാപം ചെയ്യാൻ ഒരു മതവും അനുവദിക്കുന്നില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സ്ത്രീക്കും പുരുഷനും ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് മുത്തലാഖെന്ന് മുതിർന്ന അഭിഭാഷകൻ രാംജത്ത് മലാനി വാദിച്ചു. തലാഖ് വഴിയുള്ള വിവാഹമോചനത്തിന് ഉഭയകക്ഷി സമ്മതമില്ല. പുരുഷനാണ് ആധിപത്യം. ലിംഗസമത്വത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത്ത പറഞ്ഞു. തലാഖും ബഹുഭാരിത്വവും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും കനത്ത തിരിച്ചടി. ഇരുവർക്കുമെതിരെ ആദായനികുതി വകുപ്പിന് അന്വേഷണം നടത്താമെന്ന് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും 73% ഓഹരി പങ്കാളിത്തമുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി ഏറ്റെടുത്തതിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും വഞ്ചനയും നടന്നുവെന്നതാണ് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി നൽകിയ പരാതി.
ഈ കേസിന്റെ നടപടികൾ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ തുടരുന്നതിനിടെ ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് യങ് ഇന്ത്യ കമ്പനി നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ എസ് മുരളീധർ, ചന്ദ്രശേഖർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് തള്ളിയത്. അന്വേഷണം തുടരാൻ ആദായ നികുതി വകുപ്പിന് ഹൈക്കോടതി അനുമതി നൽകി. ആദായ നികുതി വകുപ്പിന്റെ ഏകപക്ഷീയമായ അന്വേഷണം അംഗീകരിക്കില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. സോണിയയെയും രാഹുലിനെയും കൂടാതെ കോൺഗ്രസ് നേതാക്കളായ മോട്ടിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ്, സാം പിത്രോദ, സുമൻ ദുബെ എന്നിവരും നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളാണ്. കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരത്തെ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് കമ്മീഷന്റെ വെല്ലുവിളി. വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്വം തെളിയിക്കാൻ ദേശീയ പാർട്ടികൾക്ക് കമ്മീഷൻ 2 ദിവസത്തെ സമയവും അനുവദിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും പി.സി. ജോർജ്. വ്യഭിചരിക്കപ്പെട്ട പാർട്ടിയായി മാണി കോൺഗ്രസ് മാറിയെന്നും ജോസ് കെ മാണിയുടെ റൌഡിസമാണ് മാണിയുടെ മുഖ്യമന്ത്രി കസേര പോലും നഷ്ടമാക്കിയതെന്നും പി.സി. ജോർജ് പത്തനംതിട്ടയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു വ്യഭിചരിക്കപ്പെട്ട പാർട്ടിയാണ്. ഇനി ആ പേര് പറയുന്നത് അത് പ്രസക്തി ഇല്ലാതെ കത്തോലിക്ക ചില വിഭാഗവും മാണിയും ചേർന്നുള്ള കള്ളക്കളിയാണ് കഴിഞ്ഞ 52 കൊല്ലമായി നടന്നതെന്നല്ലേ തെളിയുന്നത്. പി.എ. ജോസഫിനെ പോലെയുള്ള വലിയ നേതാക്കന്മാർ അവരൊക്കെ മുകളിൽ കയറി താനാണ് നേതാവെന്ന നിലയിൽ ഈ പരട്ടപ്പയ്യൻ നടത്തുന്ന ഒരു റൗഡിസമാണ് മാണി ഗ്രൂപ്പിലെ പ്രശ്നം. അതുകൊണ്ട് പയ്യനെ മര്യാദയ്ക്ക് നിർത്താൻ മാണി നോക്കിയാൽ നടക്കില്ല. കാരണം പയ്യൻ പറഞ്ഞതിനപ്പുറത്ത് മിണ്ടാൻ മാണിക്ക് കഴിവില്ലെന്നായി. അപ്പം തൻ്റെ ഇംഗിതത്തിന് വേണ്ടി, തൻ്റെ സ്വന്തം സാഹചര്യത്തിന് വേണ്ടി അപ്പൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിത്തെറിപ്പിച്ചു. മാണിയുടെ മരുമകന്റെ പേരിലുള്ള റിസോർട്ട് കയ്യേറ്റ ഭൂമിയിലാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ അറിയിച്ചു. നെയ്യാറ്റിൻകര പൂവാറിലെ റിസോർട്ടിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കാനായി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിലാണ് ഇരുവരും നിലപാട് വ്യക്തമാക്കിയത്. മുൻ റവന്യൂ മന്ത്രി കെ എം മാണിയുടെ മരുമകന്റെ പേരിലുള്ള നെയ്യാറ്റിൻകര പൂവാറിലെ റിസോർട്ട് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഐസോള ഡി കൊക്കോ എന്ന റിസോർട്ടാണ് കെ എം മാണിയുടെ മരുമകന്റെ പേരിലുള്ളത്. നെയ്യാറ്റിൻകര അഡീഷണൽ തഹസീൽദാർ നടത്തിയ അന്വേഷണത്തിലാണ് ഭൂമി കയ്യേറ്റം ബോധ്യപ്പെട്ടതെന്നും കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഒപ്പം ഭാസുരം, കസ്തൂരി എന്നീ റിസോർട്ടുകളും കയ്യേറ്റ ഭൂമിയിലാണ് നിലകൊള്ളുന്നതെന്നും മന്ത്രി സഭയെ അറിയിച്ചു. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ 144 പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ചു. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. എന്നാൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും മുമ്പ് പോലീസുമായി ആലോചിക്കുന്നതാണ് കീഴ്വഴക്കം. ഇത് മൂന്നാറിൽ ഉണ്ടായില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസുമായോ സർക്കാരുമായോ ആലോചിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. കാപ്പ നിയമപ്രകാരം 42 പേരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും 30 പേർക്കെതിരെ സഞ്ചലന നിയന്ത്രണ ഉത്തരവും പുറപ്പെടുവിച്ചതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 473 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതിൽ 54 കേസുകൾ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വകുപ്പ് നഗരകാര്യ വകുപ്പാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസ പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം കഴിഞ്ഞ 3 വർഷമായി ലഭിക്കുന്നില്ലെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ സഭയെ അറിയിച്ചു. നിലവിൽ സംസ്ഥാന വിഹിതം കൊണ്ട് മാത്രമാണ് പദ്ധതി നടപ്പിലാകുന്നതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എം എം മണിക്കെതിരായി മൂന്നാറിൽ ഗോമതി സംഘടിപ്പിച്ച സമരം അവസാനിപ്പിച്ചു. സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പൊമ്പിള ഒരുമയുടെ പിന്മാറ്റം. അതേസമയം വിവാദ പ്രസംഗത്തിന്റെ പേരിൽ എം എം മണിക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി പിന്നീട് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. മണി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വരൾച്ച നേരിടാൻ മുൻകരുതലുകളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം. ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച 50 ദിവസം 100 കുളം പദ്ധതിയാണ് വിജയകരമായി പുരോഗമിക്കുന്നത്. സമീപകാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്ത കൊടും വരൾച്ചയിൽ ദുരിതം പേറുമ്പോൾ ഇനിയെങ്കിലും ഈ സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ ജാഗ്രത കാണിച്ചേ മതിയാകൂ. അതിനാലാണ് എറണാകുളം ജില്ലയിലെ കുളങ്ങളിലെയും ചിറകളിലെയും മാലിന്യം നീക്കി ജലം സംരക്ഷിക്കാൻ കലക്ടർ മുഹമ്മദ് വൈ സഫീറുള്ളയുടെ നേതൃത്വത്തിൽ 50 ദിനം 100 കുളം പദ്ധതി ആവിഷ്കരിച്ചത്. 5 ഘട്ടം പിന്നിടുമ്പോൾ പദ്ധതി അതിന്റെ ലക്ഷ്യത്തിലെത്തിയെന്ന് കലക്ടർ പറയുന്നു. നമ്മൾ ഇത് ഏപ്രിൽ 1 തൊട്ടാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒരു ഏകദേശം നേരത്തെ 2500 കുളങ്ങളോളം ഉണ്ടായിരുന്നു, ഒരു 25-30 കൊല്ലങ്ങൾ മുൻപ്. ഇപ്പോൾ അത് പ്രായോഗികമായി നോക്കിയാൽ 600-700 കുളങ്ങളേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ രീതിയിൽ ഒരു ഇമ്പാക്ട് ചെയ്യാനാണ് ശ്രമിച്ചു തുടങ്ങിയത്. മെയ് അവസാനം വരെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നത് കൊണ്ട് നമ്മൾ 100-ൽ നിർത്താതെ നമ്മൾ 120 വരെ പോകാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കുടിവെള്ളം അല്ലെങ്കിൽ ഇറിഗേഷൻ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നാൽ അത് നല്ല രീതിയിൽ പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശുദ്ധീകരിച്ച കുളങ്ങളുടെ സ്ഥിതി 3 മാസത്തെ ഇടവേളകളിൽ പരിശോധന നടത്തും. തുടർന്ന് മികച്ച രീതിയിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന സംഘടനകൾക്ക് പുരസ്കാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിത കേരള മിഷൻ, കൊച്ചി കപ്പൽശാല, കുടുംബശ്രീ, നെഹ്റു യുവകേന്ദ്ര എന്നിവയ്ക്ക് പുറമെ അൻപോട് കൊച്ചി, നേതാജി യൂത്ത് മൂവ്മെന്റ് എന്നീ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി പുരോഗമിക്കുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഈ പ്രവൃത്തി വൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ പദ്ധതി മറ്റു ജില്ലാ ഭരണകൂടങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. 11ാമത് മണപ്പുറം മിന്നലെ ഫിലിം ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച അന്വേഷണാത്മക പരിപാടിയായി പീപ്പിൾ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകനായി ദിലീഷ് പോത്തനും മികച്ച നടനായി മണികണ്ഠനും മികച്ച നടിയായി അനുശ്ചറിയും തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി റമദ റിസോർട്ടിൽ 17-ന് സംഘടിപ്പിക്കുന്ന അവാർഡ് നിശയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് അവാർഡ് കമ്മിറ്റി അംഗങ്ങൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30-നാണ് ക്രൈംബ്രാഞ്ച് സംപ്രേഷണം ചെയ്യുന്നത്.